ഒരു സ്ട്രക്ചേർഡ് എംപ്ലോയ്മെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു പെൻഷനബിൾ ജോലി ഒക്കെ ഉള്ള ആൾക്കാർ കുറവാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾക്ക് ആയുർദൈർഘ്യം നല്ലോണം കൂടുതലും ഉള്ളതാണ്. അപ്പം നമുക്ക് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ഫിനാൻസ്, അത് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കൊള്ളട്ടെ, സേവിങ്സ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സിനുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക, ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് നീക്കിയിരിക്കുക, ഇതൊക്കെ ശരിക്കും അടിസ്ഥാനപരമായി ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതാണ്. അതപ്പം ഒരു അഡൾട്ട്ഹുഡിലേക്ക് കടന്നതിന് ശേഷമാണോ നമ്മൾ അതിനെക്കുറിച്ച് ധാരണ അല്ലെങ്കിൽ ബോധവാന്മാരാവേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പേഴ്സണലി പറയാം, ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് പ്രായത്തിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ ഇത് പഠിപ്പിക്കുക കുട്ടികളെ എന്നുള്ളതാണ്. ഒരു ബേസിക് ധാരണ കൊടുക്കുക, അവർക്ക് കിട്ടുന്ന പോക്കറ്റ് മണിന്ന് എങ്ങനെ അവർക്ക് യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ധാരണ. ഒരു എൻടൈറ്റിൽഡ് എന്നുള്ളൊരു ഫീലിംഗിലാണ് കുട്ടികളെല്ലാവരും വളരുന്നത്. പണ്ട് നമുക്കൊരു വാച്ച് വേണമെങ്കിൽ നമ്മൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടി കഴിയുമ്പോൾ വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ഒരു സൈക്കിൾ വേണമെന്ന് പറയുമ്പം ഇന്ന രീതിയിൽ നമ്മൾ ഇതൊക്കെ വെച്ച് നമുക്ക് കണ്ടീഷൻസ് വെച്ചിട്ടാണ് എനിക്കൊക്കെ കിട്ടിയിട്ട്. എല്ലാവരും അങ്ങനെയല്ലേ? അന്ന് എന്റെ ജനറേഷനിൽ എല്ലാ നമ്മളുടെ മക്കളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും വാച്ച് അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ വിത്ത് ബ്രാൻഡ് അവർ പറയും, എനിക്ക് ഇന്ന വാച്ചാണ് പിറന്നാളിന് വേണ്ടത്, ഇന്ന ബ്രാൻഡിന്റെ ആണ് വേണ്ടത്. അപ്പൊ ഒരു എൻടൈറ്റിൽമെന്റ് ഫീൽ ആണ്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു വളരെ സീനിയർ ഒരു സാറ് ക്ലാസ്സിൽ വന്ന സമയത്ത് സാർ ഇതേപോലെ ഇതിനോട് സമാനമായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ എനിക്ക് ദാറ്റ്സ് വെൻ ഇറ്റ് സ്ട്രക്ക് മീ വെൽ. നമുക്ക് എല്ലാം എൻടൈറ്റിൽഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ റെസ്പോൺസിബിലിറ്റി ഭയങ്കര മിനിമൽ ആയിക്കൊണ്ടിരിക്കുക. സോ അറ്റ് എ വെരി ടെൻഡർ ഏജ്, ലേണിംഗ് ഏജിൽ തന്നെ നമ്മൾ കൈപൊള്ളി പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തുന്നത് വന്ന് ശമ്പളം കിട്ടി, ആ ശമ്പളം നിന്നുകൊണ്ട് ചെലവുകളൊക്കെ കൂടി, പിന്നെ നമ്മൾ സീറോ അടിത്തട്ട് പോയി, നെഗറ്റീവ് പോയി, പിന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സേവിങ്സിലേക്ക് പലപ്പോഴും പലരും എത്തുന്നത്. അല്ലാണ്ട് ആരും ആദ്യത്തെ വർഷം സിസ്റ്റമാറ്റിക് ആയിട്ട് സേവിങ്സിലേക്ക് പോകുന്നിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വളരെ ടെൻഡർ ഏജിൽ തന്നെ ഇതിന്റെയൊക്കെ ഒരു ബേസിക്സ് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്, റാദർ ദാൻ അറ്റ് എ ലേറ്റർ സ്റ്റേജ് പോകുന്നതിനേക്കാൾ കൂടുതൽ.